ശരി, ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, എന്തുകൊണ്ടാണ് ഈ മലബാർ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്ന് VHP നിലപാട് സ്വീകരിക്കുന്നത്? VHPയുടെ സംഘടനാപരമായ നിലപാടായിട്ട് അതിനെ കാണേണ്ടതില്ല. ഞാൻ വ്യക്തിപരമായിട്ടിട്ടൊരു പോസ്റ്റാണ്. കാരണം കഴിഞ്ഞ ഏറെ കാലമായി മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും 3 ആക്കണമെന്നും 4 ആക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഈ കേരളത്തിലെ മുസ്ലിം ലീഗ്, അത് മാത്രമല്ല മുസ്ലിങ്ങളിലെ തീവ്രവാദ സംഘടനകൾ പോലും കുറെ കാലമായി ആവശ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം? ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ മലപ്പുറം മാത്രമല്ലല്ലോ, വികസനത്തിന്റെ പിറകിൽ നിൽക്കുന്നത് മലബാർ മേഖലയുണ്ടല്ലോ. മലബാറിലാണല്ലോ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, വയനാട് ജില്ലകളുള്ളത്. ആ പ്രദേശങ്ങളിലെ വികസനം, ആരാണ് അവിടെ വികസനം മുടക്കിയത്? കേരളം രൂപീകരിച്ച നാൾ മുതൽ കേരളത്തിനെ മാറി മാറി ഭരിച്ചിട്ടുള്ളത് ഇടതുമുന്നണിയും വലതുമുന്നണിയുമാണ്. ആ പ്രദേശങ്ങളിൽ വികസനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാർ ഇവർ തന്നെയാണ്. ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലോട്ട് മാറ്റിയതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ആവശ്യം മുമ്പോട്ട് വെക്കാൻ. പക്ഷേ താങ്കൾ ഈ പറയുന്ന മറ്റു ജില്ലക്കാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതെന്തിനാണ് അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട സാഹചര്യം? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മലബാറിൽ തന്നെയാണല്ലോ മാഹി എന്ന് പറയുന്ന ഒരു പ്രദേശം, കേന്ദ്രഭരണ പ്രദേശമുണ്ട്, പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ളത്. ആ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്വയംഭരണം, ഇപ്പൊ കാശ്മീര്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ നിയമസഭയും സർക്കാരും ഒക്കെ ഉണ്ട് കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും. ഒരു കേന്ദ്രഭരണ പ്രദേശമാവുകയാണെങ്കിൽ ധാരാളം വികസനം. തന്ത്രപ്രധാനമായ ഇടങ്ങളാണ്. കശ്മീരിനെയൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ, അതൊക്കെ പാകിസ്ഥാനുമായി അതിർത്തി വരുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു കേന്ദ്രഭരണം നടത്തേണ്ട ഒരു സാഹചര്യവുമില്ലല്ലോ. തന്ത്രപ്രാധാന്യമുള്ള സ്ഥലമല്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയല്ല. ഈ ഭാരതത്തിന്റെ അതിർത്തി പങ്കിടുന്ന മേഖലകൾ, വിശാലമായ കടൽ തീരം ഉൾപ്പെടെയുള്ള മേഖലകൾ വരുന്ന പ്രദേശമാണ് ഈ പ്രദേശങ്ങളെല്ലാം. മംഗലാപുരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോർട്ടുകൾ വരുന്നത് കോഴിക്കോട്, 2 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ, ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാന വികസനം ഈ മേഖലകളിൽ അതിലേറെ തീരപ്രദേശമുള്ള മറ്റൊരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. ഗുജറാത്തിലെ തീരദേശങ്ങൾ എല്ലാം കേന്ദ്രഭരണത്തിലേക്ക് വരണമോ? ഗുജറാത്തിന്റെ അവിടെ ഉണ്ടല്ലോ ഡാം ആൻഡ് ഡ്യൂ പ്രദേശങ്ങളൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചേ, അത് ഡാം ആൻഡ് ഡ്യൂ എന്നത് ദ്വീപാണല്ലോ, അത് താങ്കൾക്ക് അറിയാമല്ലോ. അതെ, ഈ പറയുന്ന താങ്കൾ ഈ സൂചിപ്പിച്ച മലപ്പുറവും കോഴിക്കോടും ഒന്നും ദ്വീപല്ല. ഞാൻ ചോദിച്ചത് ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് ഒക്കെ നമ്മൾ തീരം പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. ഈ പ്രദേശങ്ങളൊക്കെ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ കേന്ദ്രഭരണ പ്രദേശമാക്കണമോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് വികസനത്തിന് വേണ്ടിയാണ് മലബാറിനെ കൂടുതൽ ജില്ലകളാക്കി മാറ്റണമെന്ന് ലീഗ് പറയുന്നതെങ്കിൽ മലപ്പുറം എന്ന് മാത്രമാണ് അവർ പറയുന്നത്, മലബാർ അല്ല. ഈ മലബാർ മേഖലകളിലും വികസനം എത്തണമല്ലോ. മലപ്പുറം മാത്രമാണോ ലീഗിന്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലുള്ളത്? അല്ല, ലീഗിന്റെ നിലപാടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം നമുക്കറിയാം, ദേശീയ ശരാശരി ഒരു ജില്ലയിലെ അംഗബലത്തെ സംബന്ധിച്ച്, ജനസംഖ്യയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിലൊക്കെ ഒരു ദേശീയ ശരാശരിയുണ്ട്. അതിന് മുകളിലേക്ക് പോകുന്ന ജില്ലകൾ, അതിലിപ്പോൾ മൂവാറ്റുപുഴ പോലെ മറ്റൊരു ജില്ലയെക്കുറിച്ച് ചർച്ച വരുന്നുണ്ട്. അപ്പോൾ മലപ്പുറം മാത്രമല്ല, അത് ലീഗിന്റെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ചർച്ച അങ്ങനെയല്ല. ഞാൻ പറയാം, നിങ്ങളുടെ ചാനൽ തന്നെ കുറച്ചു കാലം മുമ്പ് ചെയ്തൊരു വാർത്തയുണ്ട്. കേരളത്തിൽ ജനിക്കുന്ന 7 കുട്ടികളിൽ ഒരാൾ മലപ്പുറത്താണ് ജനിക്കുന്നതെന്നൊരു വാർത്ത. അത് ഹിന്ദുവോ മുസ്ലിമോ അതിന്റെ മതത്തിന്റെ മാനദണ്ഡം പറയുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും വീണ്ടും 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 മുറിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? അതിന്റെ പിന്നിലുള്ള ജനസംഖ്യാനുപാതികമായി ജില്ലകൾ മുറിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ജനസംഖ്യ അനുപാതികമായിട്ട് ഓരോ 10 വർഷം 25 വർഷം കൂടുമ്പോഴും ഓരോ ജില്ല ഈ മലപ്പുറം പ്രദേശത്തിനെ വീണ്ടും വീണ്ടും മുറിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നില് വളരെ വലിയ അജണ്ടകളുണ്ട്. ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ കുറെ കാലത്തിന് മുമ്പ് മലബാർ കേരളത്തിനകത്താണോ പുറത്താണോ എന്ന് സോളിഡാരിറ്റി ഉൾപ്പെടെ മുജാഹിദീൻ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ മതത്തിന്റെ താങ്കൾ പറയുന്നത് ഇതൊരു ഭീഷണിയായി മാറുന്നു ആ വിഭാഗം എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആനുപാതികമല്ലാത്ത ജനസംഖ്യാ വർധനവും വികസനവും ഇല്ലായ്മയും ഭാരതത്തിന്റെ തന്ത്രപ്രാധാന്യമുള്ള ഒരു സ്ഥലമെന്നും ഞാൻ വിശേഷിപ്പിക്കുന്ന മലബാർ മേഖല അല്ലെങ്കിൽ വികസനമില്ലായ്മ താങ്കൾ കൂട്ടിച്ചേർക്കുന്ന ഒന്നാണോ അങ്ങനെ വികസനമില്ലായ്മ എന്ന് പറയുന്നത്? എന്താണ് ആരോഗ്യ മേഖല, എന്താണ് അവിടെ ഉള്ളത്? റോഡുകളുടെ കാര്യം. വിദ്യാഭ്യാസ മേഖലയിലോ? വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറത്ത് ഇപ്പോഴും +2 സീറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം ഉണ്ടാക്കുന്നത് ആരാണ്?
ആരാണ് അല്ല, പറയുന്നത്? അവിടെ കുട്ടികൾ വിജയിച്ചു വരുന്നവരിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു കുട്ടികൾ വരുന്നത് ഉന്നത അത് തന്നെ വിജയം പറഞ്ഞത്. നേടുന്നത്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, വ്യവസായപരമായി പിന്നോക്കം നിൽക്കുന്നു, ഗതാഗതപരമായി പിന്നോക്കം നിൽക്കുന്നു, ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്നു. ഇത് അല്ല, അപ്പോൾ ഇത്രയും അപ്പോൾ നാള് ഭരിച്ച സ്വാഭാവികമായി മുന്നണികൾക്കല്ലേ അതിനല്ലേ പരിഗണന ഉത്തരവാദിത്വം? കൊടുക്കേണ്ടത്, ആ അതല്ലേ പരിഗണന- പരിഗണിക്കപ്പെടേണ്ടത്. ആ പരിഗണന 56 കേരളം ഉണ്ടായത് തൊട്ട് നാളിതുവരെ മാറി മാറി ഭരിച്ച മുന്നണികൾ എന്തേ കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? അതിന് ഉത്തരം പറയൂ. വേറെ ആരെങ്കിലും അല്ല, ഉത്തരവാദികളാണോ? അത് ഭരണകർത്താക്കൾ പറയട്ടെ. താങ്കൾ പറഞ്ഞ പോലെ ഭരണകർത്താക്കൾ എനിക്കറിയില്ല. ഇപ്പോൾ ന്യൂസ് ഭരണകർത്താക്കളുടെ 18 ഇങ്ങനെ വീഴ്ചകളാണ് ജനിച്ചു ഈ വീഴുന്ന സംഭവത്തിന് 7-1 മലപ്പുറത്താണോ എന്നൊരു റിപ്പോർട്ട് നൽകിയോ എന്നതിൽ എനിക്ക് സാങ്കേതികമായി അറിയില്ല. താങ്കളുടെ ചാനൽ ഞാൻ താങ്കൾക്ക് അതിന്റെ ലിങ്ക് ഇട്ടുതരാം. താങ്കളുടെ ശരി, ഞാൻ ചാനലിൽ പറഞ്ഞല്ലോ അത് വന്നതാണ്. എനിക്കറിയില്ല എന്നതാണ്, ഞാൻ ശ്രദ്ധിക്കാതെ പോയതാകാം. അത് ഞാൻ ഇട്ടുതരാം. അതെന്തുമാകട്ടെ, അത് ആ ജില്ലയുടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ ബോധപൂർവമായി ചെയ്യുന്നു എന്നൊന്നും ന്യൂസ് 18 വാർത്ത നൽകുവാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് 18 വാർത്തയല്ല വന്നത്, അത് റിപ്പോർട്ടാണ്. ഒരു നിങ്ങളുടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരിപ്പിക്കുന്ന ഒരു ഇനമാണത്. ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ മാറ്ററുകൾ റെഫർ ചെയ്തപ്പോൾ ന്യൂസ് 18 കൃത്യമായി വന്നിട്ടുണ്ട്. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? 7-ൽ ഒരാള്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, മതത്തിന്റെ അല്ല, അത് ജനസംഖ്യാനുപാതികമായി ശരിയായിരിക്കുമെന്ന്. അതിലെന്താണ്, ആർക്കാണ് അതിനോട് എനിക്ക് എതിർപ്പല്ല. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അത് ബോധപൂർവമായി ഉണ്ടാകുന്ന ജനസംഖ്യാ പെരുപ്പം അല്ലെങ്കിൽ മലബാറിന്റെ മലപ്പുറം ലീഗിനെ സംബന്ധിച്ച് മലപ്പുറം മാത്രമാണോ? മലബാർ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. എത്രയോ പാരമ്പര്യമുള്ള മലബാർ പ്രദേശമുണ്ട്. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുമുണ്ട്. ആ പ്രദേശങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസനം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിയമസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതിനെ മതത്തിന്റെ കാഴ്ചപ്പാടിൽ കാണേണ്ടതില്ല. ഡൽഹി പോലെയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം, നിയമസഭയും മന്ത്രിസഭയും ഒക്കെ ഒരു സംവിധാനം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഗുണകരമാകുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ മതത്തിന്റെ കാഴ്ചപ്പാടിലോ കണ്ണിലോ ഇതിനെ കണ്ടിട്ടേയില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം നിയമസഭാ സീറ്റുകളുടെ എണ്ണം അടക്കം വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് താങ്കൾക്കും അറിയാം. അതുപോലെ തന്നെയാണല്ലോ ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ ജനസംഖ്യയുള്ള ഇടങ്ങളിൽ കൂടുതൽ ജില്ലാ ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഭരണത്തിന്റെ സേവനങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയിലേക്കല്ലേ ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത്? ഈ ഭരണത്തിന്റെ ഒരു സേവനവും മലബാർ മേഖലയിൽ ലഭിച്ചിട്ടില്ല എന്ന് ഈ മലബാർ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ സാധിക്കും. അതിന്റെ ഉത്തരവാദിത്തം കേരളം ഭരിച്ചിട്ടുള്ള മുന്നണികളാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തിനാണ് കേന്ദ്രഭരണം? ഈ താങ്കൾ പറയുന്നത് എനിക്ക് താങ്കളുടെ യുക്തി ബോധ്യപ്പെടാത്തത്, ജില്ല രൂപീകരിച്ച അതിപ്പോ കഴിഞ്ഞ സർക്കാരുകളുമായി നമുക്ക് വരാൻ പോകുന്ന സർക്കാരിനെ ഒന്നും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഈ സർക്കാരിന് ജില്ലകൾ വിഭജിച്ച് കൂടുതൽ നന്നായി സേവനം നൽകാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനല്ലേ സ്വാഗതം ചെയ്യേണ്ടത്. ഇനി നാളെകളെ പറ്റിയല്ല, ഇന്നലകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മലബാർ പ്രദേശത്തിന് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അംഗീകാരം കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ കാശ്മീർ, ലഡാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ, അതേപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും മലബാറിൽ ഇല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ പല പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മലബാർ മേഖലയിലുള്ള ധാരാളം ആൾക്കാർ പെട്ടിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എവിടെയും ലഭ്യമാണ്. അതുകൂടെ തന്ത്രപ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ സംഘടനാ തലത്തിൽ ആലോചിച്ചൊരു കാര്യമല്ല, ഞാൻ വ്യക്തിപരമായി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ്. മലബാർ പ്രദേശത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആ പ്രദേശത്തിന്റെ വികസനത്തിന് ഗുണകരമാകും. അതിനെ മതത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടി കണ്ടുകൊണ്ട് അല്ല പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മതത്തിന്റെ ഉണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ സാധിക്കില്ല. ശരി, എന്തായാലും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന ആളുകൾ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നതും വസ്തുതയായി നിലനിൽക്കുകയാണ്. അതിനിടയിൽ കേരളത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുമ്പോൾ അവിടെ കേന്ദ്രഭരണം വരണം എന്ന ആവശ്യമാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉന്നയിക്കുന്നത്.